അധ്യായം 13. ശൗൽ രാജാവായപ്പോൾ 30 വയസ്സുള്ളവനായിരുന്നു. അവൻ ഇസ്രയേലിൽ 2 സംവത്സരം വാണു. ശൗൽ ഇസ്രയേലിൽ 3000 പേരെ തിരഞ്ഞെടുത്തു. 2000 പേര് ശൗലിനോടുകൂടെ മിക്മാസിലും ബെതേൽ മലയിലും, 1000 പേര് യോനാഥാനോടുകൂടെ ബെന്യാമിനിലെ ഗിബെയിലും ആയിരുന്നു. ശേഷം ജനത്തെ ശൗൽ അവനവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ യോനാഥാൻ ഗേബയിൽ ഉണ്ടായിരുന്ന ഫിലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചു. ഫിലിസ്ത്യർ അത് കേട്ടു. എബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ശൗൽ ദേശത്തെല്ലായിടവും കാഹളം ഊതിച്ചു. ശൗൽ ഫിലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചുവെന്നും ഇസ്രയേൽ ഫിലിസ്ത്യർക്ക് നാറ്റമായി എന്നും ഇസ്രയേലൊക്കെയും കേട്ടിട്ട് ജനം ശൗലിന്റെ അടുക്കൽ ഗിൽഗാലിൽ വന്നുകൂടി. എന്നാൽ ഫിലിസ്ത്യർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ 30,000 രഥവും 6,000 കുതിരപ്പടയാളികളും കടപ്പുറത്തെ മണൽ പോലെ അസംഖ്യ ജനവുമായി ഒരുമിച്ചുകൂടി. അവർ വന്ന് ബേത്ഥാവിന് കിഴക്ക് മിക്മാസിൽ പാളയമിറങ്ങി. എന്നാൽ ജനം ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രയേലിയർ കണ്ടപ്പോൾ ജനം ഗുഹകളിലും പള്ളക്കാടുകളിലും പാറകളിലും ഗുഹരങ്ങളിലും കുഴികളിലും ചെന്ന് ഒളിച്ചു. എബ്രായ് യോർദാൻ കടന്ന് ഗാദ് ദേശത്തും ഗിലെയാദിലും പോയി. ശൗലോ ഗിൽഗാലിൽ താമസിച്ചിരുന്നു. ജനമെല്ലാം പേടിച്ചും കൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നുവെങ്കിലും ശമൂവേൽ ഗിൽഗാലിലെത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ, ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് ചെന്നു. നീ ചെയ്തത് എന്തെന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ടു ചിതറുന്നുവെന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫിലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നുവെന്നും ഞാൻ കണ്ടിട്ട് ഫിലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് പോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴും നിന്റെ രാജ്യത്ത് നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. പിന്നെ ശമൂവേൽ എഴുന്നേറ്റ് ഗിൽഗാലിൽ നിന്ന് ബെന്യാമീനിലെ ഗിബെയിലേക്ക് പോയി. ശൗൽ തന്നോട് കൂടിയുള്ള പടജനത്തെ എണ്ണി ഏകദേശം 600 പേർ എന്ന് കണ്ടു. ശൗലും അവന്റെ മകൻ യോനാഥാനും കൂടെയുള്ള ജനവും ബെന്യാമീനിലെ ഗിബെയിൽ പാർത്തു. ഫിലിസ്ത്യരോ മിക്മാസിൽ പാളയമിറങ്ങി. ഫിലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് കവർച്ചക്കാർ 3 കൂട്ടമായി പുറപ്പെട്ടു. ഒരു കൂട്ടം ഒഫ്രയ്ക്കുള്ള വഴിയായി ശുവാൽ ദേശത്തേക്ക് തിരിഞ്ഞു. മറ്റൊരു കൂട്ടം ബെത്ത് ഹൊരോനിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. മറ്റേ കൂട്ടം മരുഭൂമിക്ക് നേരെ സെബോയിൻ താഴ്വരയ്ക്കെതിരെയുള്ള ദേശം വഴിയായും തിരിഞ്ഞു. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ലായിരുന്നു. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് ഫിലിസ്ത്യർ പറഞ്ഞു. ഇസ്രായേലിൽ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മൺവെട്ടി എന്നിവ കാച്ചിപ്പാൻ ഫിലിസ്ത്യരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. എന്നാൽ മൺവെട്ടി, കലപ്പ, മുപ്പല്ലി, മഴു എന്നിവയ്ക്കായും മുടിങ്കോൽ കൂർപ്പിപ്പാനും അവർക്ക് അരമുണ്ടായിരുന്നു. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. ശൗലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ അവയുണ്ടായിരുന്നുള്ളൂ. ഫിലിസ്ത്യരുടെ പട്ടാളമോ മിക്മാസിലെ ചുരം വരെ പുറപ്പെട്ടു വന്നു.